പറ്റില്ലെന്ന് ചേച്ചി പറയരുത്. ഒരു ദിവസത്തേക്ക് ഞാൻ ഇവിടുന്ന് മാറി നിൽക്കാൻ പോവാ. എങ്ങോട്ട്? വീട് വരെ ഒന്ന് പോണം, ഒരത്യാവശ്യം. പോയിക്കോളൂ, പക്ഷെ നാളെ തന്നെ തിരിച്ചു വരണം. അത് വരും. എന്നെ പറ്റിക്കരുത്. ഞാനങ്ങനെ ചെയ്യൂ ചേച്ചി? വേറൊന്നും കൊണ്ടല്ല. വീട്ടിൽ ചെല്ലുമ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ ഉള്ളവർ ചോദിക്കുമല്ലോ. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പറഞ്ഞാലോ പോണ്ടാന്ന്. എന്നാലും ഞാൻ വരും. എന്താ കാരണമെന്നറിയോ? എനിക്ക് ചേച്ചിയെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. സ്വന്തം ചേച്ചി, അതാ ഇപ്പൊ എനിക്ക് ചേച്ചി. എന്റെ ഭാഗ്യം. തൽക്കാലം ഞാൻ പോകുന്നത് വേറെ ആരോടും പറയണ്ട, പ്രത്യേകിച്ച് ശരത്തിനോട്. അവനോടൊക്കെ ആരും മിണ്ടും. അമ്മയും മുത്തശ്ശി അവന്റെ കൂടെ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ എപ്പോഴേ അവനെ ഞാനിവിടെ നിറക്കി വിട്ടേനെ. ചേച്ചി സൂക്ഷിക്കണം. മഹാ അപകടകാരിയാ ശരത്ത്. അതെന്താ അങ്ങനെ പറഞ്ഞേ? അങ്ങനെ തോന്നിയോ? തോന്നി. നിത്യ മരിച്ചതില് അയാൾക്ക് ഒരു ദുഃഖവുമില്ല. കൊന്നത് അയാളായിരിക്കുമെന്ന് ചേച്ചി പറയുമ്പോഴും ആദ്യം ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഓരോ അനുഭവങ്ങൾ ഉണ്ടായപ്പോ, അയാളെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോ, ഒരു കോൾഡ് ബ്ലഡഡ് ക്രിമിനൽ. അതാ ചേച്ചി അയാള്. ഇതൊക്കെ ഞാൻ അന്നേ മനസ്സിലാക്കിയതാ. കൊല്ലേണ്ടതായിരുന്നു അവനെ. ചെയ്യാത്തത് പേടിയുള്ളതുകൊണ്ടൊന്നും അല്ല. കൊന്നാൽ അമ്മയും മുത്തശ്ശി അവൻ നല്ലവനായിരുന്നു എന്ന് കരുതും. ആ തോന്നല് അവരുടെ ജീവിതകാലം മുഴുവനും ഉണ്ടായിരിക്കും. ശരത്തിനെ കുറിച്ച് അവർ ധരിച്ചു വച്ചിരുന്ന മുഴുവൻ തെറ്റായിരുന്നു എന്ന് അവരറിയണം പ്രിയെ. അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. പക്ഷെ ഇനി വല്ല സാഹസവും കാണിക്കാൻ ഒരുങ്ങിയ പിന്നെ ഞാനൊന്നും നോക്കില്ല. അവസാനിപ്പിച്ചു കളഞ്ഞ. മോള് റെഡിയായിട്ട് പോ. ഞാൻ ടൗൺ വരെ കൊണ്ടുവിടും. ശരി ചേച്ചി. എടാ, നിനക്ക് ആ ജോൾസിനെ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല. എന്തേ? അല്ല, എല്ലാത്തിനും നീ തന്നെ മുൻകൈ എടുക്കണോണ്ട് ചോദിച്ചതാ. ആ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ ഞാൻ തന്നെ വേണ്ടമ്മേ എല്ലാം ചെയ്യാൻ. ഇത്രയും സ്നേഹമുള്ള ഒരുത്തനെ അവരവരുടെ ജീവിതത്തിൽ കണ്ടു കാണില്ല. കളിയാക്കിയാണോ? എനിക്ക് നിന്നെ അറിഞ്ഞൂടെ? നീ കൂടെ വരാൻ നിർബന്ധം പിടിക്കുവാണെങ്കിൽ അതിന് ഒറ്റ അർത്ഥേ ഉള്ളൂ. നിനക്ക് വേറെ എന്തോ ലക്ഷ്യമുണ്ട്. അതമ്മയ്ക്ക് മനസ്സിലായല്ലേ? എന്റെ മോനാണല്ലോ നീ. എനിക്ക് നിന്നെ മനസ്സിലാവാതിരിക്കൂ? എന്നാ കേട്ടോ, എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. അത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ജോൽസിനോട് അനാവശ്യ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ഞാൻ സംസാരിക്കുക അയാളോട്. ഇടയ്ക്ക് കയറി എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ചോദിക്കാൻ പാടില്ലേ? ചോദിച്ചോ, പക്ഷെ അത് എന്നെ അലോസരപ്പെടുത്തുന്നതാവരുത്. എനിക്കത് ഇഷ്ടമല്ല. എന്നാ ഞാൻ വരുന്നില്ല. നീ തന്നെ അങ്ങ് പോയാ മതി. അത് വേണ്ട. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അമ്മയും പറഞ്ഞു. എന്തൊക്കെ ചോദിക്കണം ചോദിക്കണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ അങ്ങ് ചോദിച്ചാ മതി. മനസ്സിലായോ? ഓ, എന്നാ കേറ്. കേറമ്മേ. സ്വാമി എന്താ പറഞ്ഞു വരുന്നത്? സാറേ, അവരാരും ഇപ്പോൾ ഇവിടെ ഇല്ല. ഈ അവസരം ഉപയോഗിക്കണം. സാറ് വെറുതെ നിന്ന് തന്നാൽ മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഞാൻ എന്ത് കാര്യം പറയണമെന്ന് സാറിന് മനസ്സിലായല്ലോ. ഈ വീടിൻ്റെ നന്മ ഉദ്ദേശിച്ചിട്ടാ ഞാൻ ഇതൊക്കെ പറയണം സാറേ. ഞാനിപ്പോൾ വരാം. അതെ, ഒരു കാര്യം പറയണ്ടായിരുന്നു. അതിപ്പോൾ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പറഞ്ഞോ.
എന്താ കാര്യം? അതായത് വേറെ ഒന്നുമല്ല, അമ്മ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത് ഇവിടെ ആർക്കും ഇഷ്ടായിട്ടില്ല. അക്ഷര മേഡത്തിനോട് അത് സൂചിപ്പിച്ചതാ. പക്ഷെ മേഡം ചാടി കടിക്കാൻ വന്നു. 1-2 ദിവസം നിൽക്കണതിനെ കൊണ്ട് ബുദ്ധിമുട്ടില്ല, പക്ഷെ സ്ഥിരമായ അത് വിഷമാവും. നിങ്ങൾക്ക് പൊന്നുമണിയെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, അതിന് ഇവിടെ ഉള്ളവരെന്തിനു ബുദ്ധിമുട്ടണം? ഞാനിപ്പോ എന്താ വേണ്ടത്? ഇവിടുന്ന് പോയി തരണം. സാറിന്റെ അറിവോടെ പോണെന്ന് തൽക്കാലം ആരും അറിയണ്ട, പിന്നെ അതൊരു വഴക്കായി മാറും. പണ്ടൊക്കെ അച്ചി വീട്ടിൽ പൊറുതി പതിവാ. ഇന്നത്തെ കാലത്ത് അതൊരു നാണക്കേടായിട്ടാണ് എല്ലാരും കരുതുന്നത്. എന്നിട്ടും നിരഞ്ജൻ സാറിന് ഇവിടെ നിൽക്കാൻ സമ്മതിക്കുന്നത് സാറിന് വലിയ മനസ്സുള്ളതുകൊണ്ടാണ്. മരുമോനെയും സഹിക്കണം, മരുമോന്റെ അമ്മേനെയും സഹിക്കണം എന്ന് വെച്ചാൽ അത് ശരിയാണ്. അമ്മ തന്നെ ഒന്ന് ആലോചിച്ചു. തെറ്റുകാരി ഞാനാ. ഞാനിങ്ങോട്ട് വരാനേ പാടില്ലായിരുന്നു. നിരഞ്ജൻ നിർബന്ധിച്ചതുകൊണ്ടാ വന്നേ. പിന്നെ എന്റെ നിവൃത്തികേട്. സാരമില്ല, എല്ലാത്തിനും നിവൃത്തി ഉണ്ടാക്കാം. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. അതെ, ഉടനെ ഇറങ്ങണമെന്നൊന്നും ഞാൻ പറയണില്ല. നാളെ മറ്റന്നാളോ സൗകര്യം പോലെ പോയാൽ മതി. വേണ്ട, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. ഒഴിഞ്ഞു തന്നേക്കാം. ഇനി ഒരിക്കലും ശല്യം ചെയ്യാൻ ഞാൻ വരില്ല. ശരത്ത് പോയോ പാർവതി? പോയമ്മേ. ഇറങ്ങുമ്പോ അവൻ വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. എന്തേ? അവന് ജോത്സ്യനെ കാണാൻ വേണ്ടി പോയതാ. ഞാൻ അവനെ പറഞ്ഞു വിട്ടത്. മനോഹരനോടൊന്നും പറഞ്ഞു കൊടുക്കല്ലേ പാർവതി. പിന്നെ എനിക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റാതെ വരും. ഞാൻ അങ്ങനെ ചെയ്യൂ അമ്മേ. അമ്മ ചെയ്തത് എന്തായാലും നന്നായി. അമ്മ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനത് പറയാനിരിക്കുകയായിരുന്നു.